ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നാടൻ ഉണക്കയിറച്ചിയാണ്. ആദ്യം തന്നെ ഇതിന് വേണ്ടുന്ന കനൽ കത്തിച്ച് തയ്യാറാക്കി വെക്കണം. പോത്തിൻ്റെ വലിയ കഷ്ണങ്ങൾ ഇറച്ചിയെടുത്ത് അതിൻ്റെ നെയ്യും ഞരമ്പും ഒക്കെ മുറിച്ച് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കിയ ഇറച്ചി ഇനി 1 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള വലിയ പരന്ന കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇറച്ചിയിലേക്ക് നന്നായി തിരുമ്മി പിടിപ്പിക്കുക. ഓരോ ബീഫ് കഷ്ണവും സ്റ്റീൽ റോസ്റ്ററിൽ നിരത്തി വയ്ക്കുക. രണ്ട് വലിയ സിമൻറ്റ് കട്ടകൾക്കിടയിലാണ് ഇവിടെ കനൽ തയ്യാറാക്കി വെച്ചത്. ഇതിന് മുകളിലേക്ക് നമ്മുടെ ബീഫ് എടുത്ത് വയ്ക്കാം. ബീഫിൻ്റെ ഒരു വശം ഉണങ്ങി കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബീഫിൻ്റെ 2 വശവും ഇപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇതെടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഈ ഇറച്ചി ഇനി ഓവനിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉണക്കിയെടുക്കാം. 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ വീതം 2 ദിവസം ഓവനിൽ ഇത് വെക്കണം. ഓവൻ ഉപയോഗിക്കാത്തവർ നമ്മൾ കനലിൽ ഉണക്കിയെടുത്ത പോലെ ഒരു ദിവസം കൂടെ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഓവൻ്റെ ഡോറ് മുഴുവനായിട്ടും അടയ്ക്കരുത്. ഒരു ചെറിയ ഗ്യാപ്പ് ഇതിനിടയിൽ വെക്കണം. ഇറച്ചി നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഇറച്ചി ഇനി ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാം. ഈ നനച്ചെടുത്ത ഇറച്ചി നമുക്ക് കല്ലിലിട്ട് നല്ലപോലെ ചതയ്ക്കാം. ചതച്ചെടുത്ത ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചി ഇടുക. ഒരു 6ഓളം വറ്റൽമുളക് എടുത്ത് അതിനുള്ള കുരുവെല്ലാം കളഞ്ഞ് എടുക്കുക. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കുക. വറ്റൽമുളകിലെ എരിവൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇറച്ചി നന്നായി മുരിഞ്ഞ് അതിലെ എണ്ണയൊക്കെ പുറത്തേക്ക് ചാടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉണക്കയിറച്ചി തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. പണ്ട് പുകയടുപ്പിലൊക്കെ ഉണ്ടാക്കിയിരുന്ന
അതേ നാടൻ രുചിയിലുള്ള ഉണക്കയിറച്ചി തന്നെയാണ് ഇതും. ഇതിനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്